അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രെഡ് പുഡിംഗ് ആണ്. ഞാൻ ഇതിനു മുൻപ് ഒരു ബ്രെഡ് പുഡിംഗ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഒരു പുഡിംഗ് ആണിത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹൈദരാബാദി ബ്രെഡ് പുഡിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ആദ്യമായിട്ട് സൗദിയിൽ പോയിരുന്ന സമയത്ത് ഞങ്ങളുടെ നെയ്ബർ ഉണ്ടായിരുന്നു, ഒരു ഹൈദരാബാദി ഭാബി. ആ ഭാബി മിക്ക ഫംഗ്ഷനുകളിലും ഉണ്ടാക്കുന്ന ഒരു പുഡിംഗ് ആണിത്. അതുപോലെ തന്നെ ഞങ്ങൾ അവിടെ ആയിരുന്നപ്പോൾ ഏത് ഹൈദരാബാദികളുടെ പാർട്ടിക്ക് പോയാലും ഈ പുഡിംഗ് അവിടെ കാണാമായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ഹൈദരാബാദി പുഡിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണ്. അപ്പൊ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഈ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വലിയൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. ഫുൾ ഫാറ്റ് മിൽക്കാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പാലിലേക്ക് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഫ്രീസറിൽ വെച്ച് സെറ്റ് ആയിരിക്കുന്ന ബട്ടർ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അത് പ്രശ്നമല്ല, നമ്മൾ ഈ പാലിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇത് പാലിൽ കടന്ന് മെൽറ്റ് ആയിക്കോളും. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് പഞ്ചസാരയല്ല, കണ്ടൻസ്ഡ് മിൽക്കാണ്. ഞാനിവിടെ 400 ഗ്രാമിന്റെ കണ്ടൻസ്ഡ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോ 1 ലിറ്റർ മിൽക്ക് അല്ലേ, അപ്പൊ നമ്മളുടെ പാകത്തിനനുസരിച്ചുള്ള മധുരം നമ്മൾ എടുത്താൽ മതി. ഇതിപ്പോ ഞാനിവിടെ 400 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്കും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് വിസ്ക് കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഈ പാലും കണ്ടൻസ്ഡ് മിൽക്കും കൂടെ യോജിക്കാതെ അടിയിൽ കരിഞ്ഞിരിക്കും. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു വിസ്ക് കൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഒരു ബ്രെഡ് പുഡിംഗ് ആണ്. ഇവിടെ മക്കൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ളതാണ്. ഇപ്പൊ നമ്മൾക്കിപ്പോ ഗസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ ഞാനിത് തലേ ദിവസം രാത്രി ഉണ്ടാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കും. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ് മാറ്റുന്നത്. അപ്പം പിറ്റേ ദിവസം എടുക്കുമ്പോൾ ശരിക്കും അത് തണുത്ത പുഡിംഗ് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. പിന്നെ ഇത് ചൂടോടെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം അത് നിങ്ങളുടെ ചോയ്സ് ആണ്. തണുപ്പിച്ച് കഴിക്കണോ അതല്ല ചൂടോടെ തന്നെ ഇത് സെർവ് ചെയ്യണോ എന്നുള്ളത്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇത് നമ്മൾ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞിട്ട് തണുപ്പിച്ച് കഴിക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഞാനിവിടെ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പം ഒരു ബൗളിൽ 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കാം. ഈ ഒരു അളവ് ഞാനിവിടെ 1 ലിറ്റർ മിൽക്കിനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് പാലൊഴിച്ച് ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂൺ മിൽക്ക് ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ പാല് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കട്ടയില്ലാതെ ഇതൊന്ന് ഇളക്കിയെടുക്കണം. തിളച്ച പാലൊഴിച്ച് നമ്മളിത് മിക്സ് ചെയ്ത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. തണുത്ത പാല് തന്നെ ഈ കസ്റ്റാർഡ് കലക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ ഈ കസ്റ്റാർഡ് നല്ലതുപോലെ ഇതിൽ മിക്സായി കിട്ടത്തുള്ളൂ. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇതിനി ഇവിടെ ചെറുതായിട്ട് തിള വരുമ്പോഴാണ് നമ്മൾ ഈ കസ്റ്റാർഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതുവരെ നമ്മൾ ഇതൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഞാൻ പണ്ട് മുതലേ ഞങ്ങൾക്ക് ഗസ്റ്റ് വരുന്ന സമയത്ത് ഞാൻ ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കും. കാരണം ഇത് വലിയ ജോലിയുള്ള പുഡിംഗ് ഒന്നും അല്ല, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ജസ്റ്റ് ഇത് ഈ പറഞ്ഞ മാതിരി തിളയ്ക്കുന്ന ആ ഒരു സമയം മാത്രമേ ഉള്ളൂ. അപ്പൊ കഴിക്കാനാണെങ്കിൽ അടിപൊളി ടേസ്റ്റുമാണ്. ഇതിവിടെ തിളയ്ക്കുന്ന നേരം കൊണ്ട് നമ്മൾ ഇതുപോലെ ഒരു ഗ്ലാസ് ബൗൾ എടുക്കണം. കാരണം ഈ പുഡിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ ഒരു ഗ്ലാസ് ബൗൾ എടുക്കേണ്ടത്. പിന്നെ ഞാനിവിടെ കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട്. ഈ ബട്ടർ ഈ ഗ്ലാസ് ബൗളിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. എല്ലാ സൈഡിലും ഈ ബട്ടർ തേച്ച് പിടിപ്പിക്കണം. ഇതിപ്പോ ഞാനിവിടെ ബട്ടർ ഈ ഗ്ലാസ് ബൗളിലേക്ക് എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിപ്പോ ഇവിടെ കണ്ടോ തിളക്കാറായി വരുന്നുണ്ട്. ഈ സമയം നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് ഇല്ലേ, അത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം. അടിയിൽ പിടിക്കരുത്, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിത് ഒരുപാട് തിക്കാക്കി എടുക്കത്തില്ല. ജസ്റ്റ് ഇതൊന്ന് തിള വരുമ്പോഴേക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വനില എസൻസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഈ വനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത്രയും മതിയാകും. കണ്ടോ, ഇതിവിടെ തിള വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിനി പൊങ്ങി വരുമ്പോഴേക്ക് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കും.
ഈ ഒരു തിക്നെസ് മതി. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു തിക്നെസ് മതിയാവും. കാരണം ഇത് നമ്മൾ പിന്നെ ഇനി സെറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ അതൊന്നുകൂടി ഒന്ന് കുറുകും. ഇത് കണ്ടോ, ഇവിടെ പൊങ്ങി വരുന്നുണ്ട്. ഇനി ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാണ്. ഇത്രയും മതി. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ബ്രെഡ് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. റഫായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഈ ബട്ടർ തേച്ച് വെച്ചിരിക്കുന്ന ബൗളില്ലേ, ഇതിലേക്ക് ഈ ബ്രെഡിനെ ഇട്ട് കൊടുക്കാം. നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ബ്രെഡ് കട്ട് ചെയ്തെടുക്കാം. ഞാനിനി ഇതിലേക്ക് ഡ്രൈ നട്ട്സും കൂടി ചേർക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കഴിക്കുമ്പോൾ നല്ല ഒരു ക്രഞ്ചി ആയിരിക്കും. ഞാൻ കുറച്ച് കാഷ്നട്ട്, ഇതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. കുറച്ച് ബദാം, ഇതൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാണ് ചെയ്യുന്നത്. കുറച്ച് ഡ്രൈ ചെറി. ഈ ഡ്രൈ ചെറി ഒന്നും ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമ്മളുടെ എന്താണോ അവൈലബിൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്തെടുത്താൽ മതി. അപ്പം നമ്മൾ ഇതൊക്കെ ഇടുമ്പം കുറച്ചുകൂടി നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും. കാഷ്നട്ട് ഉണ്ടെങ്കിൽ അത് മാത്രം ഇട്ടാലും മതി. പിന്നെ കുറച്ച് മെലൺ സീഡ് അതും എടുത്തിട്ടുണ്ട്. ഇതൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. മെലൺ സീഡ് നമ്മൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സൈസ് ഇത്രയല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് കട്ട് ചെയ്യണം എന്നില്ല. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇതൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫസ്റ്റ് ഇട്ട് കൊടുക്കാം. എല്ലായിടത്തും കിട്ടത്തക്ക രീതിയിൽ ഇതുപോലെ ഒന്ന് വെതറി ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മളിതിലേക്ക് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കസ്റ്റേർഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം. ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എങ്കിൽ മാത്രമേ ഇത് ഉള്ളിലേക്ക് പോകത്തുള്ളൂ. താഴെ വരണം. കണ്ടോ, ഇനിയും ഞാൻ ഇതിന് പുറത്തേക്ക് ബ്രെഡ് ഇട്ടിട്ട് വീണ്ടും ഈ ബാക്കിയിരിക്കുന്ന കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ കുറച്ച് നട്ട്സ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. കുറച്ചുകൂടി ബ്രെഡ് ഞാൻ കട്ട് ചെയ്തെടുക്കുവാണ്. ഈ ബ്രെഡ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഇതിന് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു കണക്കൊന്നുമില്ല. നമ്മളുടെ എടുക്കുന്ന ബൗളിൽ എത്ര ബ്രെഡ് കൊള്ളോ അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തിടാം. അതിന് പുറത്തേക്ക് വീണ്ടും ഈ കസ്റ്റാർഡ് ഒഴിച്ച് ലെവൽ ചെയ്ത് കൊടുക്കാം. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഇതിലേക്ക് സോക്കായി കിട്ടും. നമ്മൾ ഇതുപോലെ ഒന്ന് താഴ്ത്തി കൊടുത്താൽ മതി. കുറച്ച് ബ്രെഡ് ഞാൻ ഇതിൻ്റെ മീതെ ഇതുപോലെ ഇട്ട് കൊടുക്കും. അത് നല്ല ടോസ്റ്റായി വരുമ്പോഴേക്ക് നല്ല ഭംഗിയാണ് കാണാൻ. അതുകൊണ്ടാണ് കുറച്ച് ബ്രെഡ് ഇതുപോലെ ചെറുതായിട്ട് ഇതിൻ്റെ മീതെ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിത് 180 ഡിഗ്രി സെൽഷ്യസിൽ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കും. കണ്ടോ, ഇനി ഞാനിത് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് മാറ്റുവാണ്. ഓവനിലൂടെ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ക്ലോസ് ചെയ്തിട്ട് 180 ഡിഗ്രി സെൽഷ്യസിൽ 35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ബ്രെഡ് പുഡിംഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പൊ ഇതിപ്പോ ഞാൻ ഓവനിൽ നിന്ന് ചൂടോടെ ഇറക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിനി ഒന്ന് തണുത്ത ശേഷം മാത്രമേ ഞാൻ ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് നല്ലതുപോലെ തണുപ്പിക്കാനായിട്ട് വെക്കത്തുള്ളൂ. അതിനുശേഷം ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും ഞാനിത് സെർവ് ചെയ്യുന്നത്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ചൂടോടെ വേണമെങ്കിലും ഇത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പം ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ ഇതിന്റെ ലിങ്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. അതേപോലെ തന്നെ സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈസി റെസിപ്പികൾക്കായി സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.